ഹലോ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറുപയർ പ്രഥമൻ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലോട്ട് പോകാം. പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 2.5 കിലോ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/2 കിലോ ചെറുപയറാണ് നമ്മൾ ആദ്യം വറുത്തെടുക്കുന്നത്. അത് നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ അളവിലാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു ചെറിയൊരു പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. നമ്മൾ എല്ലാ അളവിലുള്ളതും മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തെടുത്താൽ എല്ലാം കൂടി വെന്ത് വരുമ്പോൾ ഒരേപോലെ ഉണ്ടാവുക. അതുകൊണ്ടാണ് കുറച്ച് മാത്രം നമ്മൾ നല്ലതുപോലെ വറുത്തെടുക്കുന്നത്. അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ആവാതെ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. അപ്പം മുഴുവനായും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഞാനിത് മുഴുവനായും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലമാണ് ഉരുക്കിയെടുക്കേണ്ടത്. അപ്പോൾ 4.5 കിലോ വെല്ലമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഒരു പാത്രത്തിലേക്കിട്ട് നമുക്ക് ഉരുക്കിയെടുക്കണം. നമ്മൾ ചെറിയൊരളവിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. അപ്പം ഇത് നമുക്ക് വെല്ലം ഉരുക്കിയെടുക്കണം. അപ്പോൾ വെല്ലം ഉരുകി വരട്ടെ. ഇനിയിപ്പം നമുക്ക് ഈ പയറെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. ഞാനിത് 3 പ്രാവശ്യമായിട്ടാണ് കഴുകിയെടുക്കുന്നത്. നമ്മൾ ഒരു ഭാഗം കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇതേ അളവിന് ഞാൻ 2 പ്രാവശ്യമാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. അധികം വെള്ളമൊന്നും ആയിപ്പോവരുത്. അപ്പോൾ രണ്ടാമത്തെ തവണയും കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു ഭാഗം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്, അത് കുക്കറിലല്ല. പിന്നെ 2 വിസിൽ വന്നതിന് ശേഷം ആവി പോകാൻ കാത്തു നിൽക്കാതെ കുക്കർ തുറന്നാലും മതി, പാകത്തിന് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ നേരെ അടുപ്പിലെ പാത്രത്തിലാണ് കുക്കറിലല്ല വേവിച്ചെടുക്കുന്നത്. ഇത് കൂടുതൽ വെന്ത് ഒടിഞ്ഞു പോകാതിരിക്കാനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുപ്പിൽ വെച്ച് ചെറുപയറെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുക്കറിൽ വേവിച്ച പരിപ്പെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ച വെല്ലമാണ് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം 4.5 കിലോ വെല്ലമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ മുഴുവനായും പാത്രത്തിലാക്കിയിട്ടാണ് വേവിക്കുന്നെങ്കിൽ അതാണ് നല്ലത്. കുക്കറിൽ ശരിയായ പാകം അറിയണം. വെല്ലം ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം
നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് 2.5 ലിറ്ററോളം നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് സെറ്റായി വരണം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം നല്ലതുപോലെ. എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. 1 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പ്രഥമന് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഏലക്കായ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്ത ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം പൊടിച്ചു വെച്ച ഏലക്കായാണ്. ഫ്രഷായിട്ടുള്ള ഏലക്ക ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതാ ചുക്ക് പൊടിച്ചതാണ് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ചുക്ക് പൊടിച്ചത് എടുത്തതാണിത്. ഇതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായി 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മളെ പായസം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പായസത്തിലേക്ക് വറുത്തിട്ട് കൊടുക്കണം. വറുത്തിടാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്തും മുന്തിരിയെല്ലാം ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറുപയർ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.